കരുതുന്ന കരങ്ങൾ കരുത്തുള്ളതാ. ആ കരത്തിൽ ഞാനെന്നും സുരക്ഷിതനാ. യേശുവേ എൻ സ്നേഹമേ, എനിക്കാശ്വാസം നീ മാത്രമേ. യേശുവേ എൻ ജീവനേ, എനിക്കാനന്ദം നീ മാത്രമേ. ഒടുവിൽ കോസ്മിക് ആയിട്ട് അല്ലെങ്കിൽ സെലസ്റ്റിയൽ ആയിട്ടുള്ള റിലേഷനും ഇതെല്ലാം ഒടുവിൽ എന്തായിത്തീരുന്ന പറഞ്ഞത്? ക്രിസ്തുവിൽ ഒന്നായി ചേരുന്നു. സ്വർഗത്തിലും ഭൂമിയിലുള്ളതൊക്കെയും ഒന്നായി ചേരുന്ന ഒരു സ്റ്റേജ്. അതിന്റെ പൂർണ്ണത വാസ്തവത്തിൽ എവിടെയാണ് നടക്കുന്നതെന്ന് അറിയാമോ? ഇറ്റ് ഈസ് ഇൻ ഹെവൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാലസമ്പൂർണത എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞതാണ്. എപ്പോൾ? ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് സ്ത്രീയുടെ സന്തതിയായി അയച്ചപ്പോൾ മുതൽ തുടങ്ങിയതാണ് കാലസമ്പൂർണത. എന്നാൽ ഈ സെലസ്റ്റിയൽ ആയിട്ടുള്ള ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ഇന്നും നമ്മൾ ദൃശ്യവൽക്കരിക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ദൃശ്യമാക്കപ്പെട്ടിട്ടില്ല. നമ്മൾ കാണുന്നില്ല. ഇവിടെയും ഇപ്പോഴും എന്തുണ്ട്? എല്ലാം തമ്മിൽ ബന്ധങ്ങളിൽ പ്രശ്നമുണ്ട്. ബന്ധങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് പൂർത്തീകരണത്തിലേക്ക് നടക്കുകയാണ്. ആ പൂർത്തീകരണത്തിലേക്ക് നടക്കുമ്പോൾ ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇതിൻ്റെ ആദ്യത്തെ 2 ആസ്പെക്റ്റ് ഇപ്പോൾ ഇവിടെ നടക്കുന്ന 2 ആസ്പെക്റ്റുകൾ ഇവിടെ തന്നെ നടക്കുകയാണ്. എന്ത്? 1 ദൈവവും മനുഷ്യനും തമ്മിൽ, 2 മനുഷ്യനും മനുഷ്യനും തമ്മിൽ. ഇത് രണ്ടും ഇവിടെ ഇപ്പോൾ നടക്കേണ്ട കാര്യങ്ങളാണ്. സ്വർഗത്തിലും ഭൂമിയിലുള്ളതൊക്കെ ഒന്നാകുന്നത് നമുക്ക് പിന്നെ കാണാം. അത് നടക്കും. പക്ഷെ അത് നടക്കുന്നത് എന്നാണ്? അവൻ്റെ 2ാം വരവിന് ശേഷം ആ ഒരു ഹെവൻലി പ്ലേസ്, അല്ലെങ്കിൽ ആ സ്വർഗീയമായ അനുഭവത്തിലേക്ക്. അവിടെ എല്ലാം ഒന്നാണ്, എല്ലാം ഹാർമോണിയസ്. അതാണ് ദൈവത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. അതിലേക്കുള്ള ഒരു യാത്രയിലാണ് നമ്മളിപ്പോൾ. അതിൻ്റെ പ്രിപ്പറേഷനിലാണെന്ന് പറയാം. സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം ഒന്നാകുന്ന ആ പൂർണ്ണതയുടെ പ്രിപ്പറേഷനാണ് ഇപ്പോൾ ഭൂമിയിൽ നടക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ എന്താണ്? ദൈവവും മനുഷ്യനും ഒന്നാകണം. ദൈവത്തെയും മനുഷ്യനെയും ഒന്നാക്കാൻ ആണ് കാൽവറി ക്രൂസിൽ യേശു കർത്താവ് മരിച്ചത്. അവിടെയാണ് തുടക്കം. യേശു കർത്താവ് ഭൂമിയിലേക്ക് മരിക്കുവാൻ വേണ്ടി വന്നത് ഒരു ലക്ഷ്യത്തോടെയാണ്. ആ ലക്ഷ്യം മറ്റൊന്നുമല്ല. എന്താണെന്നറിയാമോ? ദൈവത്തെയും മനുഷ്യനെയും ദൈവ സംസർഗത്തിൽ ഒന്നാക്കുന്ന നിരപ്പിൻ്റെ ശുശ്രൂഷ, ദ മിനിസ്ട്രി ഓഫ് റിക്കൺസിലിയേഷൻ. അതിനുവേണ്ടിയാണ് യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നത്. ഞാൻ പലപ്പോഴും പറയാനുള്ള കാര്യമുണ്ട്. യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നത് എന്തിനാണെന്നെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. അതിൻ്റെ ആ പ്രൈം ആയിട്ടുള്ള ലക്ഷ്യം എന്താണ്? നമ്മുടെ ഇന്നത്തെ ക്രൂസൈഡുകളൊക്കെ കേട്ട് കഴിഞ്ഞാലും കണ്ടു കഴിഞ്ഞാലും നമ്മൾ ചിന്തിക്കും യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്ന് മരിച്ചത് നമ്മളെയൊക്കെ രോഗത്തിൽ നിന്ന് വിടുവിക്കാനാണെന്നാണ് നമ്മുടെ ചിന്ത. പ്രിയമുള്ളവരെ, രോഗത്തിൽ നമ്മളെ വിടുവിക്കുവാൻ യേശു കർത്താവിന് ഭൂമിയിൽ വന്ന് കാൽവറി ക്രൂശിൽ മരിക്കേണ്ട ഒരാവശ്യമില്ലായിരുന്നു. സ്വർഗത്തിലിരുന്നൊരു വാക്ക് കൽപ്പിച്ചാലും നമുക്ക് രോഗസൗഖ്യം ഉണ്ടാകുന്നതിന് അത് തരാൻ ദൈവത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ പഴയ നിയമത്തിൽ എത്രയോ ആളുകൾ സൗഖ്യമായി. നമ്മൾ പറയുന്ന നയമാന്റെ സ്റ്റോറിയിൽ കുഷ്ഠരോഗം സൗഖ്യമായില്ലേ? അത് കാൽവറി ക്രൂശിൽ യേശു കർത്താവ് മരിച്ചതിന് ശേഷമാണോ? അല്ല. അപ്പോൾ ഒരു മനുഷ്യന് രോഗസൗഖ്യം തരുവാനായിട്ട് യേശു കർത്താവ് കാൽവറി ക്രൂശിൽ ഭൂമിയിൽ ഇറങ്ങി വന്ന് കാൽവറി ക്രൂശിൽ മരിക്കുക ഒരു അനിവാര്യതയായിരുന്നില്ല. ഇല്ലെങ്കിലും കർത്താവിന്, ദൈവത്തിന് മനുഷ്യനെ സൗഖ്യമാക്കാമായിരുന്നു. ഇനി നമ്മുടെ കടം മാറ്റാനുമല്ല. ഏലീശായുടെ ശിഷ്യൻ മരിച്ചു. ആ ഏലീശായുടെ ശിഷ്യൻ്റെ വിധവ അസാമാന്യമായ നിലയിൽ, അവളെ സംബന്ധിച്ചിടത്തോളം, കടം ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ, അവളെ സംബന്ധിച്ചിടത്തോളം കൊടുത്തു വീട്ടുവാൻ കഴിയാത്ത കടവും, അതായത് ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മളെ പിടിച്ചുകൊണ്ട് പോവുക. അത് കടം വരുമ്പോഴത്തേക്കുള്ള മാക്സിമം അതാണല്ലോ. എന്താണ്? മകനെ പിടിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു സ്റ്റേജിൽ അത്രയ്ക്കും കടക്കാരിയായിരുന്ന ആ വിധവയുടെ കടം മാറ്റിയത് യേശു കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ചിട്ടാണോ? അല്ല. മിറാക്കുലസ് ആയിട്ട് എലീശ അവളുടെ കടം മാറ്റി കൊടുക്കുന്നതിന് വേണ്ടി ദൈവത്തിൽ നിന്ന്, അല്ലെങ്കിൽ ദൈവികമായ ഒരു പ്രവൃത്തി ചെയ്തു. അതിനുവേണ്ടി യേശു കർത്താവ് കാൽവറി ക്രൂശിൽ മരിക്കുക ഒരു അനിവാര്യതയായിരുന്നില്ലല്ലോ. അപ്പൊ കടം വീട്ടണമെങ്കിലും ഈ പറയുന്നത് പോലെ യേശു കർത്താവ് കാൽവറി ക്രൂശിൽ മരിക്കേണ്ട വലിയ അത്യാവശ്യമൊന്നും ഇല്ലായിരുന്നു. ഇനി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് മന്ന പൊഴിക്കാനും യേശു കർത്താവ് കാൽവറി ക്രൂശിൽ മരിക്കേണ്ട വലിയ അത്യാവശ്യമൊന്നും ഇല്ലായിരുന്നു.
അത്ഭുതം നടക്കണമെങ്കിൽ യേശു ഭൂമിയിലായിരുന്നപ്പോഴും യേശു ചെയ്ത എത്രയോ അത്ഭുതങ്ങൾ കാൽവറി ക്രൂശിൽ മരിച്ചിട്ടാണോ നടന്നത്? അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നതിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യന്റെ രോഗത്തെ സൗഖ്യമാക്കുക എന്നുള്ളതല്ല. അതിന് ഭൂമിയിലേക്ക് ഇറങ്ങി വരാതെ സ്വർഗത്തിൽ നിന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ കർത്താവിന് ചെയ്യാനുള്ളതേ ഉള്ളായിരുന്നു. പിന്നെന്തിനാണ് യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നത്? ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനമാണ്. അവൻ ഭൂമിയിലേക്ക് വന്നത് നമ്മുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയാണ്. അതിന് വേറെ മാർഗമില്ലായിരുന്നു. യേശുവിന് സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് അവൻ്റെ പാപങ്ങൾ മോചിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ മോചിക്കപ്പെടുകയില്ലായിരുന്നു. എൻ്റെ പാപങ്ങൾ മോചിക്കപ്പെടണമെങ്കിൽ യേശു ഭൂമിയിൽ ഇറങ്ങി വന്ന് കാൽവറി ക്രൂശിൽ മരിച്ചേ മതിയാകുമായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനമാണ്. യേശു ക്രിസ്തുവിൻ്റെ ഭൂമിയിലേക്കുള്ള ആഗമനത്തിൻ്റെ സമയത്ത് സ്വർഗീയ ദൂതന്മാർ പാട്ട് പാടുമ്പോൾ അവൻ നിങ്ങളെ നിങ്ങളുടെ രോഗങ്ങളിൽ നിന്ന് വിടുവിപ്പാനിരിക്കുകൊണ്ടെന്നല്ല പറയുന്നത്. എന്താ പറയുന്നത്? നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് വിടുവിപ്പാനിരിക്ക കൊണ്ട് അവന് യേശു എന്ന് പേർ വിളിക്കണം. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾ ഗ്രഹിക്കണം. ഈ എംഫസിസ് മാറ്റുന്ന പ്രസംഗം യഥാർത്ഥ സുവിശേഷ പ്രസംഗമല്ല. അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾ കേൾക്കുന്ന പല പ്രസംഗങ്ങളും യഥാർത്ഥ സുവിശേഷ പ്രസംഗമല്ല. ഇത് പറയുന്നേയില്ല മനുഷ്യൻ. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ രോഗികളായവർ മുന്നോട്ട് വന്നാട്ടെ എന്ന് പറയുന്ന ഒരിടത്ത് പോലും ഒരു ക്രൂസൈഡിലും പാപികളായവർ മുന്നോട്ട് വന്നാട്ടെ എന്ന് ആരും പറയുന്നില്ലല്ലോ. പാപികളായവർ ഒക്കെ മുന്നോട്ട് വന്നാട്ടെ എന്ന് പറയുന്നില്ല ഇപ്പം. അതെന്താ പറയാത്തത്? ഈ പ്രസംഗിക്കുന്നവർക്ക് കുറച്ച് പേര് മുന്നോട്ട് വരുന്നൊന്ന് കാണണം. അയ്യോ, പാപികളായവർ മുന്നോട്ട് വന്നാട്ടെ എന്ന് പറഞ്ഞാൽ എത്ര പേര് വരും? രോഗികളായവർ എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാവരും വരും. കാണാനൊരു സുഖമുണ്ടല്ലോ. ഇതെല്ലാം ഒരു കളിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്ന അനുസരിച്ച് നമ്മൾ പഠിക്കണം. അതിനെ ഒരു ദുരുപദേശമായി തന്നെ നമ്മൾ കണക്കാക്കണം. ദുരുപദേശം എന്ന് പറയുമ്പോഴത്തേക്ക് സത്യത്തെ മറച്ചു വയ്ക്കുന്നതും എന്താണ്? ദുരുപദേശമാണ്. അല്ലാതെ കള്ളം പഠിപ്പിക്കുന്നത് മാത്രമല്ല, ചിലപ്പോൾ സത്യത്തെ മറച്ചു വെച്ച് പ്രസംഗിക്കുന്നതും ദുരുപദേശമായിട്ട് തന്നെ നമ്മൾ കണക്കാക്കിയേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നതിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം പാപിയായിരുന്ന എന്നെ വിടുവിക്കാനാണ്. എന്തിനാ പാപത്തിൽ നിന്ന് എന്നെ വിടുവിക്കുന്നത്? പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടാൽ മാത്രമേ ദൈവ സംസർഗത്തിലേക്ക് എനിക്ക് മടങ്ങിപ്പോകാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഏദൻ തോട്ടത്തിൽ വെച്ച് വിഘടിപ്പിക്കപ്പെട്ട മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ വീണ്ടും വിളക്കിച്ചേർക്കുവാൻ വേണ്ടിയാണ് യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നത്. ദാറ്റ്സ് വാട്ട് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. അതാണ് അതിൻ്റെ ഒന്നാമത്തെ കാര്യം. ദൈവവും മനുഷ്യനും ഒന്നാകണം. ദൈവത്തെയും മനുഷ്യനെയും ഒന്നാക്കുക, നിരപ്പിക്കുക. ആ നിരപ്പിൻ്റെ ശുശ്രൂഷയാണ് കർത്താവ് കാൽവറി ക്രൂശിൽ ചെയ്തത്. അവിടെ എന്താ ചെയ്യുന്നത്? അവൻ എൻ്റെ കൈ പിടിച്ചിട്ട് മരിച്ചു കഴിഞ്ഞിട്ട്, കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ച് എന്നെ പാപവിമോചിതനാക്കി. ഇന്നലെ വരെ ഞാൻ മാറി നിൽക്കുകയായിരുന്നു. എനിക്ക് അങ്ങോട്ട് അടുക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജിൽ. കാര്യം അടുക്കാൻ പറ്റില്ല. എനിക്കും ദൈവത്തിനും മധ്യത്തിൽ വലിയൊരു വിടവാണ്. യേശു കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ചിട്ട് എൻ്റെ പാപങ്ങളെ മോചിച്ചു. എന്നിട്ട് പറഞ്ഞു, നൗ ഐ ഹാവ് ഫോർഗിവൻ യുവർ സിൻസ്, ഐ ഹാവ് ഡൈഡ് ഫോർ യു, യു ആർ റൈച്ചസ്. അവൻ്റെ നീതി എന്നെ ധരിപ്പിച്ചു. എൻ്റെ കൈ പിടിച്ചിട്ട് നീതിമാനായ ദൈവത്തിൻ്റെ കയ്യിലോട്ട് കൊടുത്തു, നിരപ്പിച്ചു. നേരത്തെ എൻ്റെ കൈ പാപിയുടെ കൈയായിരുന്നു, ദൈവത്തിൻ്റെ കൈ നീതിമാന്റെ കൈയായിരുന്നു. നീതിമാന്റെ കൈയും പാപിയുടെ കൈയും കൂടെ ഒരുമിച്ച് പിടിക്കത്തില്ല. എന്നാൽ യേശു കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ച് എൻ്റെ പാപത്തെ മാറ്റി എന്നെ നീതീകരിച്ചിട്ടാണ് എൻ്റെ കൈ പിടിച്ച് നീതിമാനായ ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ യേശു കർത്താവിൻ്റെ കാൽവറി ക്രൂശിലെ മരണം എന്ന് പറയുന്നത് എന്നെ നീതീകരിക്കുവാൻ, പാപത്തിൽ നിന്ന് വിടുവിച്ച് നീതീകരിക്കുവാനും, അതിൻ്റെയും ലക്ഷ്യം എന്താണ്? ദൈവത്തെയും എന്നെയും ഒന്നാക്കാൻ. അതായിരുന്നു അവൻ്റെ മനസ്സിലുണ്ടായിരുന്ന ലക്ഷ്യം. ഇത് യേശു കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ച് നേടിയെടുക്കുന്ന ഇത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. ആ പദ്ധതി പഴയ നിയമത്തിലെ പ്രവാചകന്മാർക്ക് ഒരുപക്ഷെ മനസ്സിലായില്ല. എന്നാൽ ദൈവം എന്ത് ചെയ്തു? തൻ്റെ ഹിതത്തിൻ്റെ മർമ്മം നമുക്ക് അറിയിച്ചു തന്നിരിക്കുന്നു. ഇപ്പോഴാണ് നമുക്കിതൊക്കെ മനസ്സിലാകുന്നത്. കാൽവറി ക്രൂശിൽ യേശു മരിച്ചത് കൊണ്ടല്ലേ ഇതൊക്കെ വെളിപ്പെട്ട് കിട്ടിയത്. അല്ലെങ്കിൽ നമുക്കും വെളിപ്പെട്ട് കിട്ടുമായിരുന്നില്ല. നമുക്കിത് ഇന്ന് മനസ്സിലാകുന്നതിൻ്റെ കാരണം നമ്മൾ പഴയ നിയമ വിശുദ്ധന്മാരെക്കാളും ബുദ്ധിയിൽ കൂടിയവരായിട്ടല്ല. അങ്ങനെ ആരും ചിന്തിക്കണ്ട.
ചിലപ്പോൾ ആളുകൾ ചിന്തിക്കുന്നുണ്ട്, പഴയ നിയമത്തിലെ വിശുദ്ധന്മാർക്കൊക്കെ എന്തോ അറിയാമായിരുന്നു. അവർ നമുക്ക് എന്തെല്ലാം അറിയാൻ ബ്രദറെ. എങ്ങനെ അറിയുന്നത്? അവരെക്കാൾ നമ്മൾ ബുദ്ധിമാന്മാരായിട്ടല്ല. ഒരു പരിധി വരെ പറഞ്ഞാൽ അവരെക്കാൾ അനുസരണമുള്ളവരും വിശുദ്ധന്മാരും ഒന്നും ആയിട്ടുമല്ല. നമ്മളെക്കാൾ അനുസരണമുള്ളവരായിരുന്നു പഴയ നിയമത്തിലെ പല വിശുദ്ധന്മാരും. നിങ്ങൾ ആലോചിക്കണം, വിശുദ്ധന്മാരുമായിരുന്നു, അനുസരണമുള്ളവരുമായിരുന്നു. എന്നാൽ ഇതിനിടയിൽ യേശു കർത്താവ് ഭൂമിയിൽ വന്ന് കാൽവറി ക്രൂശിൽ മരിച്ചപ്പോൾ ആ ദൃശ്യമാണ് നമ്മളെ ദൈവഹിതത്തിൻ്റെ മർമ്മം നമുക്ക് വെളിപ്പെടുത്തി തന്നപ്പോൾ അത് അറിയാൻ നമുക്ക് കഴിഞ്ഞത് കാൽവറി ക്രൂശ് കൊണ്ടാണ്. When we look at the cross, we know what was the purpose, what was the plan of God in his mind. അവൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ഹിതത്തിൻ്റെ മർമ്മം എന്തെന്ന് എനിക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് കാൽവറി ക്രൂശ് കാണുമ്പോഴാണ്. ഹല്ലേലൂയ. അങ്ങനെ ഒരു റിലേഷൻ നമുക്കുണ്ടാകണം, നമ്മളത് കാണണം. അതെന്താ ഇന്നത്തെ പ്രശ്നം എന്തെന്നറിയാം? കാൽവറി ക്രൂശിനെ കുറിച്ച് മനുഷ്യൻ പ്രസംഗിക്കുന്നില്ല. ക്രൂശ് പ്രസംഗിക്കാത്ത പ്രസംഗമല്ല പ്രിയമുള്ളവരെ. We need to preach the cross of Christ. യേശുവിൻ്റെ ക്രൂശാണ് നമ്മൾ പ്രസംഗിക്കേണ്ടത്. അത് പ്രസംഗിക്കാതെ ബാക്കി എന്ത് കാര്യങ്ങൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലുള്ള പ്രോബ്ലമാണ്. തെറ്റായിരിക്കത്തില്ല അവർ പറയുന്നത്. പക്ഷേ ക്രൂശിനെ വെളിപ്പെടുത്താതെ രോഗസൗഖ്യം മാത്രം പ്രസംഗിച്ചു കഴിഞ്ഞാൽ അത് സുവിശേഷ പ്രസംഗമാകുന്നില്ല. അത് സന്തോഷിപ്പിക്കുന്ന ഒരു പ്രസംഗമായിരിക്കാം. പക്ഷെ എന്താണ് സുവിശേഷം? യഥാർത്ഥ സുവിശേഷം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ക്രിസ്തുവിൽ അവൻ നമ്മെ ദൈവത്തോട് യോജിപ്പിച്ചിരിക്കുന്നു. അതാണ് യഥാർത്ഥത്തിലുള്ള സുവിശേഷം എന്ന് പറയുന്നത്. രണ്ടാമത് മനുഷ്യനെയും തമ്മിൽ ഒന്നാക്കുന്നതാണ്. അതും ഇവിടെ തന്നെ നടക്കേണ്ട കാര്യമാണ്. എന്നാൽ ബാക്കിയുള്ളതൊക്കെ ഇവിടെ നമുക്ക് മനസ്സിലാക്കത്തുള്ളൂ കാലസമ്പൂർണതയിൽ. അവൻ രണ്ടാമത്തെ വരവിലാണ് നമുക്ക് സ്വർഗത്തിലെല്ലാം ഒന്നാവുക എന്ന് പറയുന്ന ആ ഒരു ആസ്പെക്റ്റ് നമുക്ക് മനസ്സിലാകുന്നത്. ഒന്നാവുക എന്ന് പറയുമ്പോഴും ഇതിനകത്തൊരു വലിയൊരു പ്രോബ്ലം ഉണ്ട്. ഞാൻ ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ വലിയ ഒരു പ്രോബ്ലം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പല വാക്കുകളും നമ്മൾ ഇവിടുത്തെ റിലീജിയനിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ, അത് ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ഈസ്റ്റേൺ നമ്മൾ പിന്തുടരുന്നത് ഒരു പൗരസ്ത്യ ചിന്തയാണല്ലോ. ഈ പൗരസ്ത്യ മതങ്ങളുമൊക്കെയാണ് നമ്മുടെ പശ്ചാത്തലം. സാത്താൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവികമായ ആത്മീകമായ സകല കാര്യങ്ങൾക്ക് അവൻ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കും. അതുകൊണ്ട് വേദപുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങളുടെ സ്പിരിച്വൽ അതിൻ്റെ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പലപ്പോഴും പറ്റാത്തതിൻ്റെ കാര്യം, നമ്മുടെ മനസ്സിൽ പലപ്പോഴും കിടക്കുന്ന ഈ പൗരസ്ത്യ ചിന്തകളുടെ ഒരു വലിയൊരു പ്രോബ്ലം ഉണ്ട്. ഇപ്പോൾ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞൊരു വാക്ക് എന്താ? ക്രിസ്തുവിൽ ഒന്നായിത്തീരുന്നു എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ ഒരു ഈസ്റ്റേൺ ഫിലോസഫി വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഈസ്റ്റേൺ റിലീജിയൻ ഫോളോ ചെയ്യുന്ന ഒരാൾ പറയും, യെസ്, അത് തന്നെ ഞങ്ങൾ പറയുന്നത്. ആത്യന്തികമായി എല്ലാം ഒന്നായിത്തീരുകയാണ്, എല്ലാം ബ്രഹ്മനിൽ ലയിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്, അല്ലേ? പക്ഷെ എല്ലാം ബ്രഹ്മനിൽ ലയിക്കുന്നതിനെ കുറിച്ചല്ല, ക്രിസ്തുവിൽ എല്ലാം ഒന്നായിത്തീരുന്നു എന്ന് പറയുന്നത് രണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ ചുറ്റുമുള്ള റിലീജിയൻ നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന, നമ്മുടെ തലയിൽ കയറ്റി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇതുമായിട്ട് നിങ്ങൾ കൂട്ടിക്കുഴയ്ക്കരുത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ത്രിയേക ദൈവം എന്ന് പറയുമ്പോൾ അവർ പറയും, യെസ്, ഞങ്ങൾക്ക് കൊണ്ട് 3 ദൈവം, അത് വേറെ ഇത് വേറെ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ നമ്മൾ തെറ്റിപ്പോകരുത്. ഇതൊക്കെ നമ്മൾ അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്ത്, യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്ന കാര്യം, നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്ത് ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. യോഹന്നാൻ അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ സഭയിൽ ഉള്ളവരെ തെറ്റിച്ച് കളയുന്ന ഒരു ഫിലോസഫി സഭയിലേക്ക് അവർ നുഴഞ്ഞു കയറ്റിയിരുന്നു. എന്നതുപോലെ ഇന്നിപ്പോൾ സിംക്രട്ടിസവും മറ്റേതും മറിച്ചെന്ന് പ്രസംഗിച്ച് എല്ലാ റിലീജിയൻ്റെയും കൂടെ ചേർത്തുള്ള ബൈബിൾ വരെ ഇപ്പം ഇറക്കാൻ നോക്കുകയാണ്. എല്ലാത്തിനും ഈസ്റ്റേൺ കളർ കൊടുത്തിട്ടൊക്കെ. ഗാഡ്സ് വേർഡ് ഈസ് ഗാഡ്സ് വേർഡ്. ദൈവവചനമാണ്. നിങ്ങൾ ദയവ് ചെയ്ത് ഇതിനെ മറ്റൊന്നുമായിട്ട് ലിങ്ക് ചെയ്യാനായിട്ട് പരിശ്രമിക്കരുത്. ദൈവമാണ്, മറ്റ് ദൈവങ്ങളുമായിട്ട് നിങ്ങളിതിനെ ബന്ധിപ്പിക്കരുത്. ദൈവവചനം ഇറ്റ് ഈസ് യുണീക്ക്. ജീസസ് ഈസ് നോട്ട് എ ഗാഡ്, ഹി ഈസ് ദ ഗാഡ്. ബൈബിൾ ഈസ് നോട്ട് എ സ്ക്രിപ്ചർ, ബട്ട് ഇറ്റ് ഈസ് ദ ബുക്ക്. വേദപുസ്തകം, ചിലപ്പോൾ ആളുകൾ പറയും നിങ്ങളുടെ വേദത്തെക്കാളും നല്ലതാ ഞങ്ങളുടെ വേദോസം. അങ്ങനൊന്നും അല്ല പ്രിയമുള്ളവരെ. അതിനേക്കാളും എന്ന് പറഞ്ഞൊരു വാക്ക് ഉപയോഗിക്കരുത്. ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഇൻകമ്പയറബിൾ. ദ വേർഡ് ഓഫ് ഗാഡ് ഈസ് ഇൻകമ്പയറബിൾ. ഗാഡ് ഈസ് ഇൻകമ്പയറബിൾ. ദൈവത്തിന് ഏറ്റവും കൂടുതൽ ദേഷ്യം ദൈവത്തെ ആരുമായിട്ടെങ്കിലും തുലനം ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ആ രീതിയിൽ പറയുന്നതാണ്.
കരുതുന്ന കരങ്ങൾ കരുത്തുള്ളതാ. ആ കരത്തിൽ ഞാനെന്നും സുരക്ഷിതനാ. ആ കരങ്ങൾ എന്നെ തലോടുമ്പോൾ ഞാൻ നുകർന്നിടും അതിരില്ലാ സ്നേഹം. യേശുവേ എൻ സ്നേഹമേ, എനിക്കാശ്വാസം നീ മാത്രമേ. യേശുവേ എൻ ജീവനേ, എനിക്കാനന്ദം നീ മാത്രമേ. യേശുവേ എൻ സ്നേഹമേ, എനിക്കാശ്വാസം നീ മാത്രമേ. യേശുവേ എൻ ജീവനേ, എനിക്കാനന്ദം നീ മാത്രമേ. എന്റെ സ്രഷ്ടാവാം ദൈവം, എന്നെ കരുതുന്ന ദൈവം, എന്നെ നടത്തിയ വഴികളോർത്താൽ. എന്റെ സ്രഷ്ടാവാം ദൈവം, എന്നെ കരുതുന്ന ദൈവം, എന്നെ നടത്തിയ വഴികളോർത്താൽ. എത്ര സ്തുതിച്ചാലും മതിയാവില്ല, എത്ര പറഞ്ഞാലും മതി വരില്ല. എത്ര സ്തുതിച്ചാലും മതിയാവില്ല, എത്ര പറഞ്ഞാലും മതി വരില്ല. യേശുവേ എൻ സ്നേഹമേ, എനിക്കാശ്വാസം നീ മാത്രമേ. യേശുവേ എൻ ജീവനേ, എനിക്കാനന്ദം നീ മാത്രമേ. യേശുവേ എൻ സ്നേഹമേ, എനിക്കാശ്വാസം നീ മാത്രമേ. യേശുവേ എൻ ജീവനേ, എനിക്കാനന്ദം നീ മാത്രമേ. ജീവൻ നീ മാത്രം, നിത്യസത്യം നീ മാത്രം, എന്നും നീ തന്നെ വഴി നടത്തൂ. നിത്യജീവൻ നീ മാത്രം, നിത്യസത്യം നീ മാത്രം, എന്നും നീ തന്നെ വഴി നടത്തൂ. എത്ര പാടിയാലും മതിയാവില്ല, എത്ര വർണ്ണിച്ചാലും മതി വരില്ല. എത്ര പാടിയാലും മതിയാവില്ല, എത്ര വർണ്ണിച്ചാലും മതി വരില്ല. എന്നെ കരുതുന്ന കരങ്ങൾ കരുത്തുള്ളതാ. ആ കരത്തിൽ ഞാനെന്നും സുരക്ഷിതനാ. ആ കരങ്ങൾ
എന്നെ തലോടുമ്പോൾ ഞാൻ നുകർന്നിടും അതിരില്ലാ സ്നേഹം. യേശുവേ എൻ സ്നേഹമേ, എനിക്കാശ്വാസം നീ മാത്രമേ.